ഹാപ്പി ഈസ്റ്റർ. ലോകത്ത് എവിടെയാണെങ്കിലും എന്തൊക്കെ തിരക്കുകളാണെങ്കിലും എന്തൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും എല്ലാവരും അതൊക്കെ മാറ്റിവെച്ച് ഒരുമിച്ച് കൂടി ഹാപ്പിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ടൈമാണ് ഈ ഹോളി വീക്ക് എന്ന് പറയുന്നത്. അതിൽ മെയിൻലി ഈസ്റ്റർ, ലൈക്ക് ദ ഫൈനൽ സ്പെഷ്യൽ ഡേ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമല്ലേ ഈസ്റ്റർ എന്ന് പറയുന്നത്. എല്ലാവർക്കും പല പല മെമ്മറീസ് ആയിരിക്കും ഈസ്റ്ററിനെ ആലോചിക്കുമ്പോഴത്തേക്കും. അങ്ങനെ ഇനിയും ഒരുപാട് ഹാപ്പി മെമ്മറീസ് ആർ വെയിറ്റിംഗ് അഹെഡ്. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉണ്ടല്ലോ ഒരു ദുഃഖവെള്ളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ദിവസം ഈസ്റ്റർ. അതായത് എവറി സാഡ്നെസ് അല്ലെങ്കിൽ എവറി ഡാർക്ക്നെസ് ഹാസ് എ ലൈറ്റ് അഹെഡ്. നമ്മൾ എന്ത് പ്രോബ്ലം വരുമ്പോഴും നമ്മൾ ഭയങ്കര നെഗടിച്ച് ഭയങ്കര സാഡായി പോകുമ്പോഴും ജസ്റ്റ് വിചാരിച്ചാൽ മതി, എല്ലാ ദുഃഖവെള്ളിയും കഴിഞ്ഞിട്ട് ഈസ്റ്റർ വരും. എല്ലാ വിഷമവും കഴിഞ്ഞ് ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു ഉയർപ്പ് ഒക്കെ വരുന്നതല്ലേ. അപ്പം ആ റീബർത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി കുറച്ച് നെഗും കുറച്ച് പ്രശ്നങ്ങളൊക്കെ തരുന്നേ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എപ്പോഴും എല്ലാം സ്മൂത്തായിട്ട് പോയാൽ അതിനൊരു രസം കാണിയല്ലോ. അതായത് നമ്മൾ നൊയമ്പെടുക്കുമല്ലോ ഈ 50 ദിവസം. ഈ നൊയമ്പെടുത്ത് കഴിഞ്ഞിട്ട് ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അതെല്ലാ ദിവസവും കഴിച്ചാൽ കിട്ടുമോ? കിട്ടിയേല. അതാണ് പറയുന്നത്, കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് ഒരു വെയിറ്റിംഗ് ഫോർ യു അഹെഡ്. അപ്പം ആ ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പം നമുക്കുള്ള സങ്കടങ്ങളൊന്നും അല്ലാന്ന് തോന്നുന്നേ. അപ്പോൾ ഞാൻ രാവിലെ നല്ല രീതിയിൽ നൊയമ്പൊക്കെ പൊട്ടിച്ചു. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനേ കട്ട്ലറ്റ് ഉണ്ടായിരുന്നു, സ്റ്റാർട്ട് ചെയ്യാൻ തോന്നില്ല വേണ്ടേ, സല്ലാസും പിന്നെ ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ്ടേ പോർക്ക് കറി, സീനായിരുന്നു മോനെ, അടിപൊളിയത്. ബീഫ് അത് അടുത്തത്, ബീഫിനെ പെരളം പോലെ വെച്ചേക്കുന്നത്. പിന്നെ തോരൻ, തോരനോടും വലിയ ഡിമാൻഡ് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ താണ്ടേ മട്ടൻ കറി, മോനെ സൂപ്പർ. ഇത് ഫ്രൈസ് ഉണ്ടാക്കുന്നത്, നമുക്ക് ചിക്കൻ ഫ്രൈയുടെ മണ്ടിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടേ അതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നു. പിന്നെ ചോറിന് ഒഴിച്ചു കറിയും അതും ഇതും അങ്ങനെ സംഭവങ്ങളൊക്കെ. ഇതാണ്ട് നല്ല ചൂട് മീൻ കറി എല്ലാം ചെയ്തപ്പോൾ എന്നാ ഭംഗിയല്ലേ ടേബിളൊക്കെ കാണാനായിട്ട്. കാണുമ്പോൾ തന്നെ വേറെ എന്നറിയും. ആ നടുക്ക് വെച്ചിരിക്കുന്ന ഈസ്റ്റർ ബണ്ണി കണ്ടോ, അത് അമ്മ ഉണ്ടാക്കിയതാ. നല്ല രസമല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോഴത്തേക്കും. നല്ല ഒരു പക്ക ഈസ്റ്റർ വൈബായിട്ട് അവൾ തന്നെ ഉണ്ടാക്കിയതാ. പിന്നെ ഡെസേർട്ടായിട്ട് പുഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഫുഡും കഴിച്ച് വയറ് നിറഞ്ഞു മനസ്സും നിറഞ്ഞു. അപ്പം ഹാപ്പി ഈസ്റ്റർ.